നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ മത്സരിക്കുന്ന കാര്യം സ്ഥിരീകരിക്കാതെ ജോസ് കെ മാണി. മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞത് സ്നേഹക്കൂടുതൽ കൊണ്ടെന്നാണ് വിശദീകരണം. അതേസമയം UDF പ്രവേശനത്തിനായി കോൺഗ്രസ് നേതാക്കളെ കണ്ടെന്ന മാണി സി കാപ്പന്റെ ആരോപണവും ജോസ് കെ മാണി നിഷേധിച്ചു. തിളച്ച എണ്ണയിൽ കൈമുക്കി സത്യം ചെയ്യാൻ തയ്യാറാണെന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. ജോസ് കെ മാണി മത്സരിക്കും, സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും, നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. പാലാ സീറ്റിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഈ പ്രഖ്യാപനം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ പാർട്ടി ചെയർമാൻ തന്നെ ഇപ്പോൾ അതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. റോഷി അഗസ്റ്റിന്റേത് ഒരു സ്നേഹപ്രകടനം മാത്രമാണെന്നും മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടി ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. അദ്ദേഹം സ്നേഹം കൂടുമ്പോഴൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാനാണേലും ഇപ്പൊ ഉള്ള MLA-മാരാണെങ്കിലും ഇനി മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. UDF പ്രവേശനത്തിനായി ജോസ് കെ മാണി ചർച്ച നടത്തിയെന്ന മാണി സി കാപ്പന്റെ ആരോപണത്തിനും കടുത്ത മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇടതുപക്ഷ സർക്കാരിന് തുടർഭരണം ഉറപ്പാണെന്നും സാധാരണക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചുവെന്നും ജോസ് കെ മാണി അവകാശപ്പെട്ടു. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കാനും ജോസ് കെ മാണി മറന്നില്ല. നിയമങ്ങൾക്ക് മേൽ കേന്ദ്രം കത്തിവെക്കുകയാണെന്നും ലോക്സഭാ സ്പീക്കറുടെ ചെയറിന് പോലും വിലയില്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, കൊച്ചി.